ഈ സ്പ്രിങ് ഇങ്ങനെ നീങ്ങുക എന്ന് പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇതിൻ്റെ മീൻ പൊസിഷൻ, ഇത് ഈ പൊസിഷൻ, ഇത് രണ്ട് എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോവും, അല്ല തിരിച്ചും വരും. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഇതെന്താവും, കൈനറ്റിക് എനർജി ആയി മാറും. ഇത് മാക്സിമം ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ അവിടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമവും കൈനറ്റിക് എനർജി സീറോയും. ഇവിടെ എന്ന് പറഞ്ഞാൽ കെ ഇ എന്ന് പറഞ്ഞാൽ എന്താവും, മാക്സിമവും പൊട്ടൻഷ്യൽ എനർജി സീറോ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഇതേ സാധനം തന്നെ, പൊട്ടൻഷ്യൽ എനർജി മാക്സിമവും കൈനറ്റിക് എനർജി സീറോ ആവും. അപ്പം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 12mv² ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 12kx². ഇത് തന്നെയാണ് mgh-ഉം, നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെറിവേറ്റീവ് എടുക്കുമ്പം ഇതിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് വെക്കുമ്പോൾ ഇതെന്താവും, ഇത് സീറോ ആവും. കാരണം കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. അപ്പോൾ 12mv² പ്ലസ് 12kx² = 0 എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സിന് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ, എക്സ് ഒരു ഡോട്ട് കൊടുക്കുക. അപ്പോൾ 12mx ഒരു ഡോട്ട് സ്ക്വയർ പ്ലസ് 12kx² = 0. അപ്പോൾ ഡി എക്സ് കൊണ്ട് ഇതാക്കുക. അപ്പോൾ എന്താവും, ഹാഫ് കോൺസ്റ്റൻറ്റ്, എം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ x² എന്ന് പറഞ്ഞാൽ എന്താവും, 2x ഡോട്ട് എന്ന് കിട്ടും. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 12k, ഇവിടെ എന്താവും 2x ഇൻറ്റു എക്സ് ഡോട്ട് = 0. എടാ ഒന്നുമില്ല, ഇതിപ്പം ഇവിടെ മനസ്സിലായില്ലെങ്കിൽ എക്സ് ഒരു ഡോട്ട് ബൈ ഡി എക്സ്, ഇവിടെ സ്ക്വയറും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ നടന്ന കാര്യമാണ് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ 2x ഡോട്ട് എന്ന് വെച്ചാൽ x⁻n അതിലേക്ക് എടുത്ത്, ഇനി ഇൻറ്റു ഈ എക്സ് ഡോട്ടിൻ്റെ ഉള്ളിലും കൂടി നമ്മൾ ഇതാക്കണം. അപ്പോഴാണ് എക്സ് 2 ഡോട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കോമൺ ആക്കി എടുക്കാം, ഹാഫ് കോമൺ ആക്കി എടുക്കാം. പിന്നെ എന്താവും, എക്സ് ഡോട്ടും കോമൺ ആക്കി എടുക്കുക. അല്ലെ ഹാഫ് കോമൺ ആക്കി എടുക്കൊന്നും വേണ്ട, 2ഉം 2ഉം വെട്ടി, ഈ 2ഉം 2ഉം വെട്ടി. അപ്പോൾ mx ഡോട്ട് പ്ലസ് ഒരു എക്സ് ഡോട്ട് കോമൺ ആക്കിയിട്ടുണ്ടാവും, പ്ലസ് അല്ല വേണ്ട, ഹാഫ് വെട്ടി നമുക്ക് അതേപോലെ തന്നെ ഇതാ. ഇനി ബാക്കി വരുന്നത് എക്സ് ഡോട്ട്, ഇത് 2 ഡോട്ട് പ്ലസ് കെ എക്സ് പ്ലസ് എക്സ് ഡോട്ട് = 0. ഈ എക്സ് ഡോട്ട് ഇവിടെ 2 ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എക്സ് ഡോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ എക്സ് ഡോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ എക്സ് ഡോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, mx ഡോട്ട് പ്ലസ് kx = 0. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താ, എക്സ് ഡോട്ട് പ്ലസ് k/m x = 0. ഇതൊന്നുമില്ല, മറ്റേ സാധനം തന്നെ. ഇവിടെ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ω(n)² x = 0. അപ്പോൾ നേരത്തെ കാണിച്ച ഇതേ സാധനം തന്നെ കിട്ടും. ഇത് 2 മെത്തേഡ്